ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ലൈനിങ് ബ്ലൗസിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ തുണി ഞാനിവിടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നീളത്തിലുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെങ്ങനെയൊന്ന് 4ആയിട്ടാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ചാണ് നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമുള്ളൂ. ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് 1/2 ഇഞ്ചാണ് നമുക്ക് ഉള്ളിലേക്ക് ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് 1/2 ഇഞ്ചാണ് താഴെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോർമൽ ബ്ലൗസ് ആണെങ്കിൽ, ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ താഴെ മടക്കി തയ്ക്കാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് മാത്രം മതി നമുക്കിവിടെ താഴ്ഭാഗത്തെ തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്. നമ്മൾ നല്ല തുണി ലൈനിങ് തുണിയായിട്ട് ജോയിൻ ചെയ്ത് മറച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് മതി നമുക്ക് താഴ്ഭാഗത്തെ തയ്യൽ തുമ്പ്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത്, എനിക്കിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് 8.5 ഇഞ്ചാണ്. ഈ 8.5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 9 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ലൈനിൽ നിന്നാണ് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 9 ഇഞ്ച് ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 9 ഇഞ്ചും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് എത്രയാണോ നമ്മൾ ഈ ഭാഗത്ത് വിട്ട് കൊടുക്കേണ്ടതെന്നാണ് എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്. ഈ ഭാഗത്ത് എത്രയാണോ വിട്ട് കൊടുക്കേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിന് നമ്മൾ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. ഞാനിവിടെ 40 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് വരുന്ന ഒരു ബ്ലൗസിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 40 ഇഞ്ചിന് നമുക്കിവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 40 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 10 ഇഞ്ചാണ്. ഈ 10 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് മൈനസ് ചെയ്യണം. 1 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം നമ്മൾ ചെസ്റ്റ് റൗണ്ടിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടും. ആ 10 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് വീണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടും. ആ 9 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തെ വിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് 9 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് സ്ലീവ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി എത്രയാണ് താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ്. അപ്പോൾ ഇവിടെ ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ ചെസ്റ്റ് റൗണ്ടിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെസ്റ്റ് റൗണ്ടിനെ 12 കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 40നെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 3.3 ആണ്. 3.3 ആണ്. ആ 3.3നെ ഞാൻ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് 3.5 ആയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 3.5 ആണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 3.5 താഴത്തേക്ക് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്നതാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 3.3 കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ ഇവിടെ 3.5 ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് റൗണ്ട് ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. റൗണ്ട് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കൈയിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം. എനിക്കിവിടെ താഴ്ഭാഗത്തെ ഈ ഭാഗത്തെ വണ്ണം വരുന്നത് 12 ഇഞ്ചാണ്. ആ 12 ഇഞ്ചിൻ്റെ കറക്റ്റ് പകുതി 6 ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ ഭാഗത്തും നമ്മളിത് അവിടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാതെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് സ്ലീവിന് നല്ലൊരു ഷേപ്പ് കിട്ടുക. അപ്പോൾ ഞാനിത് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിത് അവിടെ കറക്റ്റായിട്ട് ഇങ്ങനെയൊന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ സെൻട്രൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. സെൻട്രൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളിത് ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗം ചേർക്കാതെയാണ് നമ്മളിവിടെ അളവെടുത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കറക്റ്റ് പകുതി ഞാനിവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് പകുതി ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മുകളിലേക്ക് 1/2 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇവിടുന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഭാഗത്തളവ് എടുത്തിട്ട് അതിൻ്റെ പകുതി കറക്റ്റായിട്ട് ഇതിൻ്റെ പകുതി ഒന്നുകൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പകുതി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ നമുക്കിത് ഈ ഭാഗത്ത് ഈ ലൈനിൽ മുകളിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ ഒരു 1.5 ഇഞ്ചും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കൈ വെച്ച് ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഈ 3 പോയിൻറ്റും ഇങ്ങനെ ടച്ച് ചെയ്യുന്ന മാതിരി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ല ഞാനിവിടെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഈ 3 പോയിൻറ്റിലും ടച്ച് ചെയ്യുന്ന മാതിരി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് അതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഭാഗത്ത് താഴേക്ക് ഒരു 1/4 ഇഞ്ച് മാത്രം ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിലേക്കൊന്ന് മുട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയൊന്ന് മുട്ടിച്ചു കൊടുക്കാം. പിന്നെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ ഈ പോയിൻ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മളിത് ബാക്കിലെ സ്ലീവിൻ്റെ മാർക്കിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ടിലെ സ്ലീവ് കുറച്ചൊന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ മിഡിൽ പോയിൻറ്റ് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ആ പോയിൻറ്റിൻ്റെ പകുതി കാണണം. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് കാണണം. അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ പോയിൻറ്റിൻ്റെ ഇവിടുന്ന് താഴേക്ക് ഒരു 1/4 ഇഞ്ചും ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ പോയിൻറ്റും ടച്ച് ചെയ്യുന്ന മാതിരി ഞാൻ ഈ ഫ്രഞ്ച് കർവ് ഒന്ന് തിരിച്ച് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ആദ്യം നമ്മളത് ഈ മുകളിൽ വരച്ചിട്ടുള്ള ആ ലൈനാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മളിത് ഈ 2 സ്ലീവ് ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗവും ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതും ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. സ്ലീവ് കട്ട് ചെയ്യാനോ ഷേപ്പ് ചെയ്യാനോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതൊന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.